പ്രൈസ് ദി ലോർഡ്. എൽ ഷദായി യൂട്യൂബ് ചാനൽ മിനിസ്ട്രിയുടെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം. ഇന്ന് രാത്രികാലം എന്നെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ഒരു എളിയ സംരംഭമാണിത്. ചെറിയൊരു സംരംഭം ഇങ്ങനെ തുടങ്ങി വെക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത എന്നത് ഒരു വലിയ വിഷയമാണ്. പല കാര്യത്തിനും നമ്മൾക്ക് സഹിഷ്ണുതയില്ലാത്ത ഒരു കാലഘട്ടമാണ്. പലതിനും നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നു. ദൈവ ഇഷ്ടം എന്നെക്കുറിച്ച് എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള പ്ലാന് എന്ത്? എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത വളരെ ആവശ്യമാണ്. അതെ, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. മനുഷ്യ ജീവിതത്തിൽ ധൈര്യം, പലപ്പോഴും നാം ധൈര്യമില്ലാത്തവരായി പോകുന്നു. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. നമ്മൾ ക്ഷീണിച്ചു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ തളർത്തിക്കളയുന്ന ചില തിന്മയുടെ കെട്ടുകൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇന്ന് രാത്രി സഹോദര സഹോദരി, പ്രിയ യൗവനക്കാര, മാതാവേ, നിന്റെ ജീവിതത്തിൽ അതേ ദൈവ ഇഷ്ടം നാളെ ഇതുവരെയായി നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? അതെ, രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ബെത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കുടുംബത്തെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കുടുംബം വാസ്തവത്തിൽ അവരെ ഒന്ന് കാലുമാറ്റി ചവിട്ടിയതാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും ചില കഷ്ടതകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ അവർ ഒന്ന് കാലുമാറ്റി ചവിട്ടി എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നും ഒരു അയവ് വന്നു. ആ യാത്രയിൽ ഒരു കുടുംബം, എലിമേലേക്ക്, നബോമി, മക്ലോൻ, കില്യോൻ എന്ന് 2 മക്കളും ചേർന്ന് അവരെ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. കാരണം ഈ യാത്രയുടെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ: ഇവരുടെ ദാരിദ്ര്യം, ക്ഷാമം. ബെത്ലഹേമിൽ നിന്നാൽ അല്പം കഷ്ടവും വേദനയും, അല്പം പ്രതിസന്ധികളുണ്ട്, നന്മയില്ല, വലിയ ബുദ്ധിമുട്ടിൽ കൂടെ ആ കുടുംബം കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അല്പം നേട്ടങ്ങൾക്ക് വേണ്ടി, അല്പ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി കാലുമാറ്റി ചവിട്ടിയാൽ ആ പോയ പോക്കിൽ 3 മരണമാണ് നടന്നത്. ഇവരുടെ ജീവിതം വളരെ പരാജയപ്പെടാൻ കാരണം സഹിഷ്ണുതയില്ല. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ, പ്രിയ മാതാവേ, പ്രിയ യൗവനക്കാരാ, സഹിഷ്ണുതയില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോവും. അനേകരിടയ്ക്ക് വെച്ച് പട്ടുപോയി, അനേകർ തകർന്നുപോയി. എഫ്രാത്തിൽ എത്താത്ത റാഹേലിൻ്റെ കല്ലറ, റാഹേൽ വഴിയിൽ വെച്ച് ഇടമധ്യത്തിൽ താൻ തകർന്നുപോയി. അതിനനേക കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല, അതിന് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. എന്നാൽ പൗലോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. കപ്പൽ എത്ര ആടി ഉലഞ്ഞാലും, അതെ, കാറ്റെത്ര പ്രതികൂലമായി അടിച്ചാലും, കടൽ എത്ര ഇളകിയാലും, കപ്പൽ തകർന്നാലും വാഗ്ദത്തമുള്ളവനാണ് പൗലോസ്. പൗലോസിൻ്റെ ജീവിതത്തിൽ
സൂര്യനും ചന്ദ്രനും ഒക്കെ വാഗ്ദത്തമുള്ളവൻ്റേത് നഷ്ടമായാലും വാഗ്ദത്തം ചെയ്ത ദൈവം മരിച്ചിട്ടില്ല. പൗലോസിന് എത്ര പ്രതികൂലം ആഞ്ഞടിച്ചാലും തന്നോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അതെ, നിന്നെ റോമയിലെത്തിക്കും. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. കൈസര് റോമയിലാണ്. ആ കൈസരുടെ മുമ്പിൽ നീ നിൽക്കേണ്ടവനാണ്. എന്നാൽ കാറ്റ് പ്രതികൂലം, പ്രതിസന്ധികൾ, കപ്പൽ തകർന്നു. എങ്കിലും പൗലോസിനെ ദൈവം കൈസറുടെ മുമ്പിൽ എത്തിച്ചെങ്കിൽ, പ്രിയ സ്നേഹിത, നീ നിന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തവണ്ണം പ്രതികൂലമാകുന്ന കാറ്റ് ആഞ്ഞടിക്കുന്നെങ്കിൽ ധൈര്യമായിരിക്കുക. ചില വ്യക്തി ജീവിതങ്ങൾ ഇടയ്ക്ക് വെച്ച് തകർന്നുപോയി. അലക്സാണ്ടറും ഹുമിനിയോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവർക്ക് ലക്ഷ്യത്തിലെത്താൻ അവർക്ക് വേണ്ടുന്ന സഹിഷ്ണുതയില്ല. ആമീൻ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ അല്പം കൂടെ സഹിഷ്ണുത ആവശ്യമാണ്. എടുത്തിയാടി ഒന്നും ചെയ്യരുത്, അവിവേകം കാണിക്കരുത്. സുഹൃത്തെ, നീ ഒരുപക്ഷെ നിന്റെ ബിസിനസ് പൊളിഞ്ഞു കാണും. വേണ്ടതുപോലെ അതെ, നിനക്ക് ജോലിയിൽ സാമ്പത്തികമായിട്ട് നീ തകർന്നിരിക്കുന്നവനാണ്. നിനക്ക് വേണ്ടതുപോലെ വരുമാനമില്ല, സാലറി ഇല്ല. നിന്റെ ജീവിതത്തിൽ നീ ആകെ തകർന്നു. അസംതൃപ്തി മാത്രം, വേണ്ടതുപോലെ സന്തോഷമില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരു പ്രാർത്ഥന ജീവിതം ഉള്ളവനാണ്. ഇന്നിപ്പം നിനക്ക് പ്രാർത്ഥനയില്ല, നീ തകർന്നുപോയി. പണ്ടത്തെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. മടുപ്പിൻ്റെ അനുഭവങ്ങൾ, അലസതകൾ, മന്ദതകൾ. നിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നീ മന്ദതയുള്ളവനാകരുത്. നിന്റെ വാഗ്ദത്തം ലഭിക്കുവോളം നീ അതിനായി പ്രാർത്ഥിക്കുക. ഒരു റെഗുലർ പ്രാർത്ഥന നിനക്ക് ആവശ്യമാണ്. അതെ, ഇന്ന് നമ്മൾ ഈ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആ പോയ പോക്കിൽ എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ നവോമി ഒരു തീരുമാനമെടുത്തു. ഞാൻ മടങ്ങി വരും. അതെ, എൻ്റെ കൈപ്പേറിയ അനുഭവം, ഞാൻ മാറയുടെ അനുഭവം, കയ്പിൻ്റെ അനുഭവം, ഞാനെല്ലാം അതെ എൻ്റെ എടുത്തിയാടിയുള്ള തീരുമാനമാണ് ഇതിനെല്ലാം കാരണം. അല്പം നേട്ടത്തിന് വേണ്ടി ബത്ലഹേം വിടാൻ പാടില്ലായിരുന്നു. പ്രിയ സ്നേഹിതരെ, പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടെ ഒന്ന് സഹിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തവും നീയുമായി ഒരടിയുടെ അതേ വ്യത്യാസമേ ഉള്ളൂ. ആ വാഗ്ദത്തം പ്രാപിപ്പാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഈ രാത്രി കഴിയുമോ? ഒരു ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അതെ, തന്നെ കൊണ്ട് തൻ്റെ ഭക്തിയെ തള്ളിക്കളയുവാൻ പിശാചാഞ്ഞ് പിടിച്ചു. എന്നാൽ ഭക്തനായ ഇയ്യോബ് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിനറിയാം പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്, ഒരു പ്ലാനാണ്. പിശാചെ, നീ അമ്പേ പരാജയപ്പെടും. എൻ്റെ ദാസൻ ഒരിക്കലും എന്നെ തള്ളിപ്പറയത്തില്ല. ഭക്തനായ ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയുന്നവനല്ല. 10 ശവപ്പെട്ടി വീട്ടിൻ്റെ മുന്നിൽ വെച്ചു. പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. കേവലം ഈ ഭൂമിയിലെ ചില മെറ്റീരിയലിന് വേണ്ടി അല്ല ദൈവത്തെ വിളിക്കുന്നത്. അനേകരെ ഇവിടുത്തെ ചില മെറ്റീരിയൽ, ഇവിടുത്തെ കുറേ പണം, ഇവിടുത്തെ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി ഏറ്റവും അരിഷ്ടനാണ്. അതെ, ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതെ, സഹിഷ്ണുതയുള്ളവരെ കുറിച്ച് നാം ഭാഗ്യവാന്മാരെന്ന് എണ്ണുന്നു. ഇയ്യോബിൻ്റെ അതേ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയിരിക്കുന്ന അവസാനം കണ്ടിരിക്കുന്നു. കർത്താവ് വരുത്തിയിരിക്കുന്ന അവസാനം എല്ലാം ഡബിളായി
സകലതും ഡബിൾ ഇരട്ടി കൊടുത്തു. എന്നാൽ മക്കളെ മാത്രം 10 മക്കളെ കൊടുത്തുള്ളൂ. കാരണം ഇയ്യോവിൻ്റെ മക്കളെ ഓർത്ത് ഇയ്യോവ് ഡെയിലി യാഗം കഴിക്കുന്നവനായിരുന്നു. മക്കൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു, എന്തെങ്കിലും പോഷത്വം പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് കരുതി സ്ഥിരമായിട്ട് മക്കളെ ചൊല്ലി യാഗം കഴിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് അല്പം കൂടെ എരിവോട് പ്രാർത്ഥിച്ചാട്ട് ഈ കാലങ്ങളിൽ. കുഞ്ഞുങ്ങളെ വഴിപഴച്ചു പോകരുത്. കുഞ്ഞുങ്ങൾ അതെ വക്രതയും കോട്ടവും ഉള്ളൊരു തലമുറയാണ്. ഇന്ന് രാത്രി ദൈവവഴിയിലെ ദൈവം ചിലത് തുടങ്ങി വെച്ചാൽ അതിൻ്റെ പൂർത്തീകരണം കാണാതെ നിന്നെ ഈ ലോകത്തുനിന്നും മാറ്റപ്പെടുവാൻ, നീ മാറിപ്പോകുവാൻ, നിൻ്റെ ജീവൻ പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്ന ദൈവമല്ല. അതെ, പലരും പാതി വഴിയിൽ വെച്ച് പട്ടുപോയി. ഇന്ന് രാത്രി പാതി വഴിയിൽ വെച്ച് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. എഫ്രാത്തയിൽ എത്താത്ത റാഹേലിൻ്റെ കല്ലറ, റാഹേൽ പകുതി വഴിയിൽ വെച്ച് തകർന്നുപോയി. ദൈവിക വാഗ്ദത്തം പൗലോസിനോടുള്ളത്, നീ റോമയിൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. ഇന്ന് രാത്രി സഹോദര, നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറാതെ ഇടയ്ക്ക് വെച്ച് അത് തകരത്തില്ല. യേശു എരിഹോവിൽ എത്തി, കുരുടന് കാഴ്ച കിട്ടി. അതെ, യേശു എത്തി. ഒരു ഇയ്യോബിൻ്റെ ജീവിതത്തിൽ 70-ാമത്തെ വയസ്സിൽ തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ ദൈവം തനിക്ക് ഡബിൾ പോർഷൻ ആയുസ് കൊടുത്തു. പോരാട്ടം തുടങ്ങിയത് 70 വയസ്സിലാണ്. 140 വയസ്സുവരെ ആയുസോട് ജീവിച്ചിരുന്ന ഭക്തനായ ഇയ്യോബ് ഒരിക്കൽ പോലും ദൈവത്തോട് പിറുപിറുത്തില്ല, ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. കേവലം ചില മെറ്റീരിയലിന് വേണ്ടി, ഈ ഭൂമിയിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഭക്തനായിരിക്കുന്നത്. സ്നേഹിത, ഈ ലോകത്തിൻ്റെ ചില നന്മയ്ക്ക് വേണ്ടി നീ ഭക്തിയെ പിടിക്കുന്നെങ്കിൽ ആ ഭക്തിയെ നീ കൂട്ടുപിടിക്കണ്ട. നിനക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, അനേകര് ചില സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭക്തിയുടെ വേഷം കെട്ടുന്നു. MRI സ്കാൻ ചെയ്താൽ ഒരുത്തൻ ഭക്തനാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രികാലം ഈ ആണ്ടിൻ്റെ അവസാന പീരീഡിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ഒരു കമ്പനിയുടെയോ ഒരു ബാങ്കിൻ്റെയോ കണക്കെടുപ്പ് നടക്കുന്നത് ഒരാണ്ടിൻ്റെ അവസാന സമയത്താണ്. ഞങ്ങൾ ആത്മീയമായിട്ട് ഒരു കണക്കെടുപ്പ് ഇന്ന് രാത്രി ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം അയവ് വന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രമാത്രം അകന്നു പോയി, ഈ ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ, ഭക്തിയെ മുറുകെ പിടിക്കുവാൻ, ഭക്തനായ ഇയ്യോബിനെ പോലെ വാഗ്ദത്തം ചെയ്ത് അതേ ദൈവേഷ്ടം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യമാണ്. അതെ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം കാക്കും. ഇന്ന് രാത്രി കേൾവിക്കാരെ ഇന്ന് രാത്രി അനുഗ്രഹിച്ചുകൂടാതെ ഈ ജനത്തെ ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അതെ അനുഗ്രഹിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾവിക്കാരെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങളെ ഇത്രത്തോളം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരാറായി. ആമേൻ, 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 ആമേൻ.